മൂന്ന് തരത്തിൽ നമുക്ക് സന്തോഷമാണ്. ഒന്ന് മെറ്റീരിയൽ, രണ്ട് എക്സ്പീരിയൻസ്, മൂന്ന് കോൺട്രിബ്യൂഷൻ. These are the three things which creates happiness. The thing is, few people, they only concentrate on material. They get happiness out of materials, collecting watches, building, constructing buildings, car വാങ്ങിക്കല്, കാറ്, ബൈക്ക്, മെറ്റീരിയൽ, പൈസ. Every day they count money. എല്ലാ ദിവസവും പൈസ ഇങ്ങനെ എണ്ണി ലാഭം നോക്കി, അക്കൗണ്ട് നോക്കി ഈ മെറ്റീരിയൽ മാത്രം സന്തോഷം കണ്ടെത്തി ഒരു ദിവസം അതുകൊണ്ട് മരിച്ചു. അത്ര ഉണ്ടാവുള്ളൂ. They will die like. അവരുടെ സന്തോഷം മുഴുവൻ കല്ലും മണ്ണും പ്ലാസ്റ്റിക്കും ലെതറും സീറ്റും സ്റ്റിയറിങ്ങും ടയറും പറമ്പും. കുറേ പറമ്പ് വാങ്ങിച്ചു കൂട്ടിയിട്ട് അത് ആവശ്യമുള്ള സാധനം കേട്ടോ. ദിസ് ഇസ് നീഡഡ്. ഇഫ് യു ലാക്ക് ഓഫ് ദിസ് മെറ്റീരിയൽ സന്തോഷം ബാക്കി രണ്ടും കിട്ടാൻ പോണില്ല. ദിസ് ഇസ് അസറ്റ് ഉണ്ടാക്കണം. പക്ഷെ മെറ്റീരിയൽ സന്തോഷം അത് മാത്രം ഓൺലി മെറ്റീരിയൽ സന്തോഷം ആവരുത്. ചിലവർ എന്ത് ചെയ്യുന്നറിയോ, few people are like material and other few people experience only. They get happiness out of experience. പുതിയ ഹോട്ടലിൽ വന്ന് അവിടെ പോവുക, കാശ്മീരിൽ പോവുക, കയ്യിലുള്ള പൈസ മുഴുവൻ എക്സ്പീരിയൻസിന് വേണ്ടി ചിലവർക്ക് എക്സ്പീരിയൻസ് എല്ലാം എക്സ്പീരിയൻസ്, എന്തും എക്സ്പീരിയൻസ്. ഇപ്പം ഇയാൾ പോലെ എന്തിനാ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് എപ്പോഴാണ് ഇത് കൊണ്ടുപോകാനുള്ളത്? മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകില്ലല്ലോ. അത് നമ്മൾ അനുഭവിക്കണം. ഇതാണ് ഇവർ. ഇത് രണ്ടും കഴിഞ്ഞവരാണ്, ഓൾ ദോസ് ദി എക്സ്പീരിയൻസ് ചെയ്ത മെറ്റീരിയൽ എക്സ്പീരിയൻസ് കഴിഞ്ഞവരാണ് എന്തിൽ വരിക? കോൺട്രിബ്യൂഷൻ. അവരുടെ ഹാപ്പിനെസ് ഈസ് ഗിവിങ് ആണ്. കോൺട്രിബ്യൂഷൻ. എക്സാമ്പിൾ ലുലു യൂസഫ് അലി സാറിന്, ലുലു യൂസഫ് അലി ഹാസ് ഗോട്ട് 75,000 crore ഒക്കെ വർത്തുള്ളൊരു മനുഷ്യരാണ്. അദ്ദേഹത്തിന് ഹി ഡസൻ ഗെറ്റ് എനി ഹാപ്പിനെസ് ഔട്ട് ഓഫ് എനി മെറ്റീരിയൽസ്. ഇനി അങ്ങോട്ട് കിട്ടാനില്ല. ഹി ഈസ് 70+ years old. നോ മെറ്റീരിയൽ ഹാപ്പിനെസ് ഹി ഈസ് ഹാവിങ് ഓർ ഹി ഈസ് എക്സ്പെക്ടിങ് ടു ഗെറ്റ്. അല്ലേ, ഒരു 7-star ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അറേബ്യൻ പാലസ് എന്നൊക്കെ പറഞ്ഞ അബുദാബിയിലൊക്കെ 7-star ഹോട്ടലിൽ താമസിച്ചവരുണ്ടോ? അതൊരു എക്സ്പീരിയൻസാണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിച്ചതൊക്കെ ചെറിയതാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ആണ്. ബട്ട് ലുലു യൂസഫ് അലി അദ്ദേഹത്തിന് ഇനി ഈ മെറ്റീരിയൽ എക്സ്പീരിയൻസ് സന്തോഷം കിട്ടാനില്ല. കാരണം ഹി ഓൺസ് എ ജെറ്റ്, പ്രൈവറ്റ് ജെറ്റ്, ഹി ഓൺസ് ഹോട്ടൽസ്. അപ്പോൾ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് എ മെറ്റീരിയൽ. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഒന്നും കിട്ടാനില്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എവിടെയായിരിക്കും? കോൺട്രിബ്യൂഷൻ, കൊടുക്കുക, ഗിവിങ്, കോൺട്രിബ്യൂഷൻ. നമ്മുടെ ഒപ്പമുള്ളവർ വളരുക. നമുക്കും കിട്ടുന്നില്ല എക്സ്പീരിയൻസ്. സാറിൻ്റെ ഒപ്പമുള്ളവർ വളരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ, സാലറി കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും കോൺട്രിബ്യൂഷൻ. ദ തിങ് ഈസ്, നോക്കിയേ, ചിലതിൽ സ്റ്റക്കായി പോകും. മെറ്റീരിയൽ മാത്രമാവും, എക്സ്പീരിയൻസ് മാത്രമാവും, കോൺട്രിബ്യൂഷൻ മാത്രമാവും. കൊടുത്തിട്ടും നാടിനും വീടിനും വേണ്ടാതായ ആൾക്കാരും ഉണ്ട്. വാരിക്കോരി കൊടുത്തിട്ട് അവരെ ആരാധന കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്ലഷറൊന്നും നമുക്ക് ഭയങ്കര ഇത് ടൂ മച്ച് ഓഫ് എനിത്തിങ് വിൽ ഹാം യുവർ ഹാപ്പിനെസ്. കാരണം യു വിൽ ലൂസ് എനി അതർ തിങ്. വേണ്ടതെന്താണെന്നറിയോ? ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കുറേ ഇതാണ്.